ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈവായനം വന്ദേ കൃഷ്ണം വന്ദേ വൃദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവചന്തമനുവേദമവേദകൃത്യം ദ്വൈപായനോ വിരഹകാതരഃ ജുഹാവ പുത്രേതി തന്മയതയാദരവോഭിനേദോ സ്തം സർവബോധഹൃദയം മുനിമാനദോസ്മി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവത മഹാപുരാണം മാഹാത്മ്യം 2-ാമത്തെ അധ്യായം. ഭക്തിയുടെ ക്ലേശനിവൃത്തിക്ക് നാരദന്റെ ഉത്സാഹം. നാരദോവാച വൃഥാഖേദയസേ ബാലേ അഹോ ചിന്താ ദുരാഗതം ശ്രീകൃഷ്ണചരണാംബോജം സ്മരദുഃഖം ഗമിഷ്യതി. നാരദർ പറഞ്ഞു, ബാലേ, നീ എന്തിനാണ് വെറുതെ ദുഃഖിക്കുന്നത്? ചിന്താതുരയായിട്ട് എന്താണ് കാര്യം? ശ്രീകൃഷ്ണന്റെ ചരണാംബോജങ്ങളെ സ്മരിക്കുക, എന്നാൽ ദുഃഖമെല്ലാം നശിക്കും. ദ്രൗപദീജ പരിത്രാത ഹേന ഗൗരവകസ്മലാത് പാലിതാ ഗോപസുന്ദര്യ സകൃഷ്ണ ക്വാവിനോഗതഃ. കസ്മലന്മാരായ കൗരവന്മാരിൽ നിന്ന് ദ്രൗപദിയെ ആരാണോ രക്ഷിച്ചതും പാലിച്ചതും സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ കൃഷ്ണൻ ഈ ലോകം വിട്ട് എങ്ങും പോയിട്ടില്ല. ത്വംതു ഭക്തി പ്രിയാ തസ്യ സതതം പ്രാണദോതിക ത്വയാഹുതസ്തു ഭഗവാൻ യാതി നീ ജഗൃഹേഷ്വഭി. ഭക്തയായ നീയാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാന് എപ്പോഴും പ്രാണനേക്കാൾ അധികം പ്രിയപ്പെട്ടവളാണ്. നീ ആഹ്വാനം ചെയ്തതനുസരിച്ച് ആ ഭഗവാൻ അധകൃതരുടെ ഭവനങ്ങളിൽ പോലും പോയിട്ടുണ്ട്. സത്യാദിത്രിയുഗേ ബോധ വൈരാഗ്യോ മുക്തി സാധകോ കലൗതു കേവല ഭക്തിർ ബ്രഹ്മസായൂജ്യകാരിണി. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നീ 3 യുഗങ്ങളിൽ ജ്ഞാനവും വൈരാഗ്യവും കൊണ്ട് മുക്തി ലഭിക്കുമായിരുന്നു. ഈ കലിയിലാകട്ടെ കേവലം ഭക്തി കൊണ്ട് തന്നെ ബ്രഹ്മസായുജ്യം ലഭിക്കുന്നതാണ്. ഇത് നിശ്ചിത്യ ജിദ്രൂപ സദ്രൂപാം ത്വം സസർജഃ പരമാനന്ദ ജന്മൂർത്തി സുന്ദരിം കൃഷ്ണവല്ലഭാം. ഇപ്രകാരം നിശ്ചയിച്ചിട്ട് പരമാനന്ദ സ്വരൂപനും ബോധസ്വരൂപനും ജന്മൂർത്തിയുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സുന്ദരിയായി നിന്നെ ഭഗവാന്റെ സ്വരൂപത്തോടെ സ്വന്തം പ്രാണവല്ലഭയായി സൃഷ്ടിച്ചു. ബദ്ധാഞ്ജലിം ത്വയാ പൃഷ്ടം കിം കരോമീതി ജൈഗദാ ത്വം തദാജ്ഞാപയത് കൃഷ്ണോ മൽഭക്താൻ പോഷയേതിജ. ഒരിക്കൽ നീ കൂപ്പുകൈകളോടെ ഞാൻ ചെയ്യേണ്ടതായ പ്രവൃത്തി എന്താണ് എന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിച്ചപ്പോൾ എൻ്റെ ഭക്തന്മാരെ പുഷ്ടിപ്പെടുത്തുക എന്നാണ് ഭഗവാൻ നിന്നോട് കൽപ്പിച്ചത്. അംഗീകൃതം ത്വയാ തദ്വൈ പ്രസന്നോ ഭൂതരിസ്തദാ മുക്തിം ദാസ്യം ദദോ തുഭ്യം ജ്ഞാനവൈരാഗ്യകാവിമോ. ആ കൽപ്പനയെ നീ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ശ്രീഹരി നിന്നിൽ പ്രസാദിച്ചു മുക്തിയെ നിനക്ക് ദാസിയായിട്ടും ജ്ഞാനം വൈരാഗ്യം എന്നീ ഈ 2 പേരെ പുത്രന്മാരായും നൽകി. പോഷണം സേനരൂപേണ വൈകുണ്ഠേ ത്വം ഗരോഷിജ ഭൂമോ ഭക്തവിഭോഷായ ഛായാരൂപം ദയാകൃതം. ഭക്തിയാകുന്ന നീ നിന്റെ യഥാർത്ഥ സ്വരൂപത്തോടുകൂടി വൈകുണ്ഠത്തിലിരുന്ന് ഭഗവാന്റെ ഭക്തന്മാരെ പരിപാലിക്കുന്നു. ഭൂമിയിൽ ഭക്തിയെ പോഷിപ്പിക്കാൻ വേണ്ടി നീ തന്നെ ഉണ്ടാക്കിയ നിന്റെ പ്രതിബിംബം ഇവിടെ ഇരിക്കുന്നു. മുക്തിം ജ്ഞാനം വിരക്തിം ച സഹകൃത്വാഗതാ ഭുവി കൃതാദി ദ്വാപരസ്യാന്തം മഹാനന്ദേന സംസ്ഥിത. ഭൂമിയിൽ മുക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നീ 3 പേരുമായി പ്രവേശിച്ച ഭൗതി കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നീ 3 യുഗത്തിലും പരമാനന്ദത്തോടെ ഇവിടെ വസിച്ചു. കലോ മുക്തിക്ഷയം പ്രാപ്ത പാഖണ്ഡാമയ പീഡിത ത്വദാജ്ഞയാഗത ശീഘ്രം വൈകുണ്ഠം പുനരേവസ. കലിയുഗമായപ്പോൾ പാഖണ്ഡന്മാരുടെ പീഡ വർദ്ധിച്ചതിനാൽ മുക്തിക്ക് ക്ഷയം സംഭവിച്ചു. അപ്പോൾ ഭൗതിയുടെ അജ്ഞാനുസരണം മുക്തി വേഗം വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോയി. മൃദോ ത്വയാഭിജാത്രൈവ മുക്തിരായാദിയാദിജ പുത്രീകൃത്യ ത്വയേ മൗജ പാർശ്വേ സ്വസൈവ രക്ഷിതോ. അവിടുന്ന് സ്മരിക്കുമ്പോൾ ആ മുക്തി ഭൂമിയിലേക്ക് വരികയും
തിരിച്ചു പോകുകയും ചെയ്യുന്നു. ഇവരെ രണ്ടുപേരെയും, അതായത് ജ്ഞാനം വൈരാഗ്യം, ഭൗതി പുത്രന്മാരാക്കി വശങ്ങളിലിരുത്തി സംരക്ഷിക്കുന്നു. ഉപേക്ഷാതകലോ മന്ദോ ബുദ്ധോ ജാതോ സുതോ തവ തഥാ വിചിന്താം മുഞ്ചത്വം ഉപായം ചിന്തയാമ്യഹം. കലിയുഗത്തിൽ ഇവരോടുള്ള ഉപേക്ഷ കാരണം രണ്ടുപേരും ആലസ്യവും വാർദ്ധക്യവും ബാധിച്ചവരായി ഭവിച്ചിരിക്കുന്നു. എങ്കിലും ഭവതി പരിതപിക്കേണ്ട, ഇവരെ ശക്തന്മാരാക്കാൻ ഉപായം ഞാൻ ആലോചിക്കുന്നുണ്ട്. കലിന സദൃശക്കോപി യുഗോനാസ്തിവരാനനെ തസ്മിൻ സ്ത്വം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ. ഏ സുന്ദരി, കലിയോട് തുല്യമായിട്ടുള്ള മറ്റൊരു യുഗവുമില്ല. ഈ യുഗത്തിൽ നിന്നെ ഭവനങ്ങൾ തോറും ജനങ്ങൾക്കിടയിലും ഞാൻ വസിപ്പിച്ചു കൊള്ളാം. അന്യധർമാം തിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവാൻ തഥാനാഹം ഹരേർദാസോ ലോകേ ത്വാം ന പ്രവർത്തയേ. ഭൂമിയിൽ ഭക്തിയെയും ജ്ഞാനവൈരാഗ്യങ്ങളെയും എങ്ങനെ സ്ഥാപിക്കാനാണ് നാരദൻ ആലോചിക്കുന്നത്? വർണ്ണാശ്രമധർമ്മങ്ങളിലെ ആചാരങ്ങളായ ശൗചം, സ്നാനം, സന്ധ്യാവന്ദനം, അഗ്നിഹോത്രം, യജ്ഞങ്ങൾ തുടങ്ങിയ ഉപേക്ഷിച്ചിട്ട് വെറും ചടങ്ങായി ഇവയൊക്കെ നടത്തുന്നു ഉപേക്ഷിച്ച് എന്ന് സാരം. ഹരിമന്ദിരങ്ങളെ ശുദ്ധിയാക്കുക, ലേപനം ചെയ്യുക, അലങ്കരിക്കുക, നൃത്തഗീതാദികളെ കൊണ്ട് ആനന്ദിപ്പിക്കുക എന്നീ മഹോത്സവങ്ങളെ പുരസ്കരിക്കുകയും ചെയ്ത് ഭൗതിയെ ഞാൻ ഗ്രഹം തോറും വസിപ്പിച്ചു കൊള്ളാം. വീടുകൾ തോറും ഭഗവത് പൂജയും ഭജന കീർത്തനങ്ങളും നാമജപവും നടത്തുമെന്ന് സാരം. ഈ വിധത്തിൽ ലോകത്തിൽ ഭക്തിയെ പ്രചരിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഹരിദാസനല്ല എന്നും നാരദൻ പ്രതിജ്ഞ എടുക്കുന്നു. ത്വതന്യദാശ്ചയേ ജീവ ഭവിഷ്യന്തി കലാവിഹ പാപിനോ ഭീഗമിഷ്യന്തി നിർഭയം കൃഷ്ണമന്ദിരം. കലിയുഗത്തിൽ ഏതൊരു ജീവന്മാർ ഭക്തിയുക്തന്മാരായി തീരുന്നുവോ അവർ പാപികളാണെങ്കിൽ കൂടി നിർഭയന്മാരായി കൃഷ്ണമന്ദിരമായിരിക്കുന്ന വൈകുണ്ഠത്തിൽ എത്തിച്ചേരും. യേഷാം ചിത്തേ വസേത് ഭക്തി സർവദാ പ്രേമരൂപിണി നതേ പശ്യന്തി ഗീനാശം സ്വപ്നേപ്യമലമൂർത്തയ. ഏതൊരുവന്റെ ചിത്തത്തിൽ പ്രേമസ്വരൂപിണിയായ ഭക്തി സദാ വസിക്കുന്നുവോ അവർ പരിശുദ്ധന്മാരായി തീരുന്നു. അവർ സ്വപ്നത്തിൽ പോലും യമനെ കാണുകയില്ല. അവർക്ക് തീർച്ചയായും വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകും എന്ന് അർത്ഥം. ന പ്രേതോ ന പിശാചോ വാ രാക്ഷസോ വാ അസുരോഭി വാ ഭക്തിയുക്ത മനസ്കാനാം സ്പർശനേന പ്രഭുർഭവേത്. ആരുടെ മനസ്സിലാണോ ഭക്തി ഉറച്ചിരിക്കുന്നത് അവരെ സ്പർശിക്കാൻ പ്രേതമോ പിശാചോ രാക്ഷസന്മാരോ അസുരശക്തികളോ ആയ ആർക്കും തന്നെ ധൈര്യമുണ്ടാവുകയില്ല. ന തപോബർണ വേദൈശ്ചാനജ്ഞാനേനാഭികർമ്മണ ഹരിർഹി സാധ്യതേ ഭക്ത്യ പ്രമാണം തത്ര ഗോപികാഹ. കഠിനമായ തപസ് ചെയ്തതുകൊണ്ടോ വേദങ്ങൾ ഉരുവിട്ടതുകൊണ്ടോ വേദാന്ത ഗ്രന്ഥങ്ങൾ വെച്ച് ജ്ഞാനം നേടി വാക്യവിചാരം ചെയ്തതുകൊണ്ടോ കർമാനുഷ്ഠാനങ്ങൾ കൊണ്ടോ ആർക്കും തന്നെ ശ്രീനാരായണനെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഭക്തി കൊണ്ട് മാത്രമേ ഹരിപ്രസാദം ലഭിക്കൂ. അതിന് ഓമസ്ത്രീകൾ തന്നെ പ്രമാണം. ദൃഢാം ജന്മസഹസ്രേണ ഭക്തോ പ്രീതിർഹി ജായതേ കലോ ഭക്തിർ ഭക്തിയാ കൃഷ്ണപുരസ്ഥിത. അനേകായിരം ജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം കൊണ്ട് മാത്രമേ മനുഷ്യർക്ക് ഭക്തിയിൽ ആനന്ദം ജനിക്കുകയുള്ളൂ. കലിയുഗത്തിൽ ഭക്തി മാത്രം ഉത്തമ സാധനം. ഭക്തി കൊണ്ട് മാത്രമേ ശ്രീകൃഷ്ണന്റെ പ്രത്യക്ഷ ദർശനം ലഭിക്കുകയുള്ളൂ. ഭക്തിദ്രോഹകരായേ ചാതേ സീതന്തി ജഗത്രയേ ദുർവാസ ദുഃഖമാപന്ന പുരാ ഭക്തവിനിന്ദക. ഭക്തിയെ ആരാണോ ദ്രോഹിക്കുന്നത് അവർ 3 ലോകത്തിലും ക്ലേശം അനുഭവിക്കും. വിഷ്ണുഭക്തനായ അംബരീഷനെ ദ്രോഹിച്ച ദുർവാസാവ് തുടങ്ങി ഭക്തിയെ നിന്ദിച്ചവരെല്ലാം ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. അലം വ്രതേരലം തീർത്ഥേരലം യോഗേരലം മകേഹി അലം ജ്ഞാനകഥാലാവേർ ഭക്തിരേകൈവ മുക്തിദ. വ്രതാനുഷ്ഠാനങ്ങൾ, തീർത്ഥസ്നാനം, യോഗാഭ്യാസങ്ങൾ, യോഗാനുഷ്ഠാനങ്ങൾ, ഗ്രന്ഥപഠനം, ദക്ഷിണ കിട്ടാനുള്ള ഭഗവത് കഥാലാപനങ്ങൾ എന്നിവയൊന്നും മുക്തിക്ക് ആവശ്യമില്ല. ഭക്തി കൊണ്ട് മാത്രം മുക്തി പ്രാപിക്കാൻ മനുഷ്യർക്ക് സാധിക്കും. സൂതവാച ഇതി നാരദ നിർണീതം സ്വമഹാത്മ്യം നിശമ്യസ സർവാംഗപുഷ്ടി സംയുക്ത നാരദം വാക്യമബ്രവീത്. സൂതൻ തുടർന്നു. സൂതൻ പറഞ്ഞു, നാരദരാൽ വിസ്തരിക്കപ്പെട്ട തൻ്റെ മഹാത്മ്യം കേട്ടപ്പോൾ സകല അവയവങ്ങൾക്കും പുഷ്ടിയുണ്ടായ ഭക്തി നാരദരോട് പറഞ്ഞു. ഭക്തി രൂപാച അഹോ നാരദധന്യോസി പ്രീതിസ്തേ മയി നിശ്ചല ന കഥാചിൻ വിമുഞ്ചാമി ചിത്തേ സ്യാസ്യാമി സർവദാ. ഭക്തി പറഞ്ഞു, ആശ്ചര്യം തന്നെ ഏ നാരദമുനെ, ഞാൻ ധന്യയായി. അങ്ങേക്ക് എൻ്റെ മേൽ ഇളക്കമില്ലാത്ത പ്രീതിയുണ്ട്.
ഞാൻ ഇനി ഒരു കാലത്തും അങ്ങയെ വിട്ടു പിരിയുകയില്ല. അങ്ങയുടെ ചിത്തത്തിൽ ഞാൻ സ്വസ്ഥമായി എന്നും വസിച്ചു കൊള്ളാം. കൃപാലുനാ ത്വയാ സാധോ മൽബാധാ പുത്രയേശേതനാനാസ്തി തതോ ബോധയ ബോധയ. കൃപാലുവായ അങ്ങ് ക്ഷണം തന്നെ എൻ്റെ ഉപദ്രവത്തെ തീർത്ത് രക്ഷിച്ചു. എന്നാൽ എൻ്റെ പുത്രന്മാർ അശക്തരും ബോധഹീനന്മാരുമായി കിടക്കുന്നു. അങ്ങ് അവരെ ആ ബോധക്ഷയത്തിൽ നിന്ന് ഉണർത്തേണമേ. സൂതവാച തസ്യ വചസമാകർണ്യ കാരുണ്യം നാരദോ ഗതഃ തയോർബോധനമാരേഭേ കരാഗ്രേണ വിമർദ്ദയൻ. സൂതൻ പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ട് കരുണ തോന്നിയ നാരദൻ അവരുടെ അടുത്തിരുന്ന് കരാഗ്രം കൊണ്ട് തലോടി അവരെ ഉണർത്തുവാൻ ശ്രമിച്ചു. മുഖം സംയോജ്യ കർണാന്തേ ശബ്ദമുച്ചേതമുച്ഛരൻ ജ്ഞാനപ്രബുദ്ധ്യതാം ശീഘ്രം ഹരേ വൈരാഗ്യ പ്രബുദ്ധ്യതാം. നാരദമുനി തൻ്റെ മുഖം അവരുടെ ചെവികളുടെ അടുത്ത് വെച്ചുകൊണ്ട്, ഹേ ജ്ഞാനമേ ഭവാൻ വേഗം ഉണരുക, ഹേ വൈരാഗ്യമേ ഭവാൻ വേഗം ഉണരുക എന്നിങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഉണർത്താൻ ശ്രമിച്ചു. വേദാന്തഘോഷേശ്ച ഗീതാ പാഠേർമുഹുർമുഹു ബോധ്യമാനോ തഥാ തേന കഥഞ്ചിച്ചോചിതോ ബലാത്. നാരദൻ വേദാന്തങ്ങൾ എന്നിവ അവരുടെ ചെവിയിൽ ഘോഷിച്ചും ഭഗവത്ഗീത ആലപിച്ചും വീണ്ടും വീണ്ടും ഉത്ബോധിപ്പിച്ചു. അത്രയുമായപ്പോൾ അശക്തരായിരുന്നിട്ടും നാരദരുടെ വൈഭവത്താൽ ജ്ഞാനവൈരാഗ്യങ്ങൾ മെല്ലെ പ്രയാസപ്പെട്ട് എണീറ്റു. നേത്രേ അനവലോകന്തോ ജൃംബന്തോ സാലസാവുപോ ഭഗവത് പാലിതോ പ്രായ ശുഷ്കാഷ്ടസരാംഗകോ സമാംഗകോ. ഉണർന്നെങ്കിലും കണ്ണുമിഴിച്ച് ഒന്നിനെയും നോക്കുന്നില്ല. ഇടയ്ക്കിടെ കൂട്ടുവായിട്ടുകൊണ്ട് ആലസ്യം കാണിക്കുന്നു. രോമങ്ങൾ വെള്ളക്കൊറ്റികളെ പോലെ വിളറി വെളുത്തിരിക്കുന്നു. അവയവങ്ങളെല്ലാം ഉണങ്ങിയ വിറകുകൊള്ളി പോലെ അസ്ഥിമാത്രങ്ങളായിരിക്കുന്നു. ക്ഷുക്ഷാമൂതൗ നിരീക്ഷൈവ പുനഃസ്വാപരായണോ ഋഷിശ്ചിന്താപരോ ജാത കിം വിധേയം മയേതിജ. വിശപ്പുകൊണ്ട് ക്ഷീണിതരായിരിക്കുന്നവർ രണ്ടുപേരും വീണ്ടും ഉറക്കത്തിൽ താല്പര്യമുള്ളവരായി കണ്ടിട്ട് ആ ഋഷി ഇവരുടെ ക്ഷീണം മാറ്റാൻ എന്നെക്കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്തയിൽ മുഴുകി നിന്നു. അഹോ നിദ്രാഗതം യാതി വൃദ്ധത്വം ച മഹത്തരം ചിന്തയന്നിധി ഗോവിന്ദം സ്മാരയാമാസ ഭാർഗവ. അഹോ ഇവരുടെ നിദ്രയും വലുതായ വാർദ്ധക്യവും ഇല്ലാതാക്കാൻ ഒരു വഴിയും കാണാതായപ്പോൾ ഹേ ശൗനക, നാരദമുനി തൻ്റെ ഇഷ്ടദേവനായ ഗോവിന്ദനെ സ്മരിച്ചു. വ്യോമവാണി തദേവ ഭൂന്മാ ഋഷേ യുധ്യതാമിതി ഉദ്യമസബലസ്തേയം ഭവിഷ്യതി ന സംശയ. അപ്പോൾ ഒരു അശരീരി ഉണ്ടായി. ഹേ ഋഷേ, അങ്ങ് ഖേദിക്കേണ്ട, അങ്ങയുടെ പ്രയത്നം സഫലമാകും എന്നതിൽ സംശയിക്കേണ്ട എന്നായിരുന്നു അത്. ഏതദർത്ഥം തു സൽക്കർമ്മ സുരക്ഷേത്തും സമാചര തത്തേ കർമാഭിദ്യാസന്തി സാധവ സാധുഭൂഷണാഃ സത്കർമ്മണി കൃതേ തസ്മിൻ സന്നിദ്രാവൃദ്ധദാനയോ ഗമിഷ്യതി ക്ഷണാത് ഭക്തി സർവത പ്രസരിഷ്യതി. ഹേ ദേവർഷേ, ഇവരുടെ ക്ഷേമത്തിനായിട്ട് അല്ലെങ്കിൽ ഉണർത്താനായിട്ട് അങ്ങ് സൽക്കർമ്മം ചെയ്യണം. അത് ഏതു വിധത്തിലാകണമെന്ന് ഉത്കൃഷ്ടന്മാരായ സാധുക്കൾ അങ്ങേക്ക് പറഞ്ഞു തരും. സാധുക്കൾ ഉപദേശിക്കുന്ന സൽക്കർമ്മം അനുഷ്ഠിക്കപ്പെട്ടാൽ ഇവർ രണ്ടുപേരുടെയും വാർദ്ധക്യവും നിദ്രാലുത്വവും ഇല്ലാതാകും. എല്ലാ ദിക്കിലും ഭക്തി വേണ്ട വിധത്തിൽ പ്രസരിക്കും. ഇത്യാകാശവചസ്പഷ്ടം തത്സർവേരഭി വിശ്രുതം നാരദോ വിസ്മയം ലേബേ നേതം ജ്ഞാതമിതി ബ്രുവൻ. ഇപ്രകാരമുള്ള അശരീരി എവിടെ ഉണ്ടായിരുന്നവരെല്ലാം കേട്ടു. ഈ സൽക്കർമ്മം എന്തെന്ന് തനിക്ക് അറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് നാരദൻ ആശ്ചര്യപ്പെട്ടു. നാരദോ വാച അനയാകാശവാണ്യാപി ഗോപേത്തേന നിരൂപിതം കിം വാ തൽസാധനം കാര്യം ഹേന കാര്യം ഭവേത്തയോഹോ. നാരദർ പറഞ്ഞു, ഇപ്പോൾ കേട്ട ഈ അശരീരി വാക്കിനാൽ രഹസ്യമായി വെച്ചിരിക്കുന്ന ആ സൽക്കർമ്മം എന്തായിരിക്കും? ആ കർമ്മത്തിനാൽ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ഈ രണ്ടുപേർക്കും ആലസ്യം തീരുമെന്നാണല്ലോ പറഞ്ഞത്. അതെനിക്ക് മനസ്സിലാകുന്നുമില്ല. ക്വ ഭവിഷ്യന്തി സന്തസ്തേ കഥം ദാസ്യന്തി സാധനം മയാത്ര കിം പ്രകർത്തവ്യം യഥോക്തം വ്യോമഭാഷയ. മഹത്തുക്കളായ സാധുക്കൾ അതെനിക്ക് പറഞ്ഞു തരുമെന്നാണ് ആകാശവാണി സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള സാധുക്കൾ എവിടെ ഉണ്ടായിരിക്കും? ആ രഹസ്യം അവർ എങ്ങനെ എനിക്ക് ദാനം ചെയ്യും? ആരാണെന്നറിയാത്ത ആ സാധുക്കളെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം തത്സത്.